ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശിവദാസനെ, നീ എനിക്ക് കാണിച്ച് തന്നപ്പോ മുതല് നീ ഈ ചേട്ടന്റെ സ്വന്തം ആളായി മാറി. നരേന്ദ്രേട്ടൻ പറഞ്ഞിട്ട് ഞാനാ അച്ഛനെ വിളിച്ചു പറഞ്ഞു വരുത്തിയത്. ഇനി മാലയോ മണിമാലയോ എന്താന്ന് വെച്ചാ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കിക്കോണം. അതിന് ഒരർത്ഥമേ ഉള്ളൂ. നിന്റെ ഭാര്യ ഇവളുടെ കയ്യിന്ന് തല്ല് ഇരന്നു വാങ്ങിയതാ. അതെ, അല്ലെങ്കിൽ ഐശ്വര്യ പറയട്ടെ എന്താ കാര്യമൊന്നും. അപ്പോ രമ പറഞ്ഞത് തന്നെയാണ് ശരി. ചിന്നുവിന്റെ തല്ലു വാങ്ങാൻ മാത്രം ഐശ്വര്യ എന്തോ കാണിച്ചിട്ടുണ്ട്. ചിന്നു ഐശ്വര്യ തല്ലണമെങ്കിൽ അത്രയും വലിയ കാരണം എന്തോ ഉണ്ട്. അത് നിങ്ങൾ പറയണമെന്നില്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലായി. അതുകൊണ്ട് ഈ കാരണം കൊണ്ട് ചിന്നുവിനെയും സീതയും പറഞ്ഞു വിടണ്ട. അതേ അഭിപ്രായം തന്നെയാ എനിക്കും. ഏട്ടത്തെയും അനസൂയയും കണ്ടതുകൊണ്ടാ ഇത് ഇത്രയും ബഹളമായത്. അല്ലെങ്കിൽ ഇതാരും അറിയാനും പോകുന്നില്ല. രഹസ്യമായി ചോദിച്ചു വാങ്ങിയത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വേറെ ആരും ഇതിലിടപെടണ്ട. ആ, ചടങ്ങുകളൊക്കെ നടക്കട്ടെ. എല്ലാരും വാ വാ. ഐശ്വര്യ വാ വാ. താനൊന്നും ആലോചിക്കണ്ട. ഹലോ, റോഡിൽ മുഴുവനും നോക്കണം. എന്തായാലും ശിവദാസൻ ഈ ഏരിയ വിട്ടുപോകാൻ സാധ്യതയില്ല. എല്ലാവരും പല വഴിക്ക് അന്വേഷിക്കണം. ശരി. അല്ല, താൻ ആരെയും നോക്കുന്നേ? അല്ല, നമ്മുടെ ദാസേട്ടനെ കണ്ടോ? നേരത്തെ ഇവിടെ നിൽക്കുന്നത് കണ്ടു, ഇപ്പൊ കാണുന്നില്ല. ദാസേട്ടൻ തിരിച്ചു പോയല്ലോ. ഞാൻ പറഞ്ഞതാ കഴിച്ചിട്ട് പോവാന്ന്. എന്തോ വയ്യായിക ഉണ്ടെന്ന് പറഞ്ഞു. കഴിച്ചിട്ട് പുള്ളി പോയി കാണും. താനൊന്ന് നിന്നേ. താൻ ഐശ്വര്യ എടുത്ത് തല്ലിയതെന്തിനാ? തല്ലാൻ മാത്രം അവരെന്താ പറഞ്ഞത്? നമ്മൾ ഒരാളെ തല്ലണമെങ്കിൽ അത്രയും വിഷമമുള്ള കാര്യം അവര് ചെയ്തതുകൊണ്ടാവും. അവരങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞു, ഞാൻ തല്ലി. അത്രേ ഉള്ളൂ. അത് ആരായാലും തല്ലും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ അങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യം പറഞ്ഞാലും എന്നെ ചിന്നു തല്ലോ? എനിക്കറിയാം തല്ലില്ലെന്ന്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ എന്നെ ചിന്നു ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കറിയാം. എന്നെ ഇഷ്ടല്ലേ? അതിനിടയ്ക്ക് പോയോ? എപ്പോ ഞാൻ പ്രേമം പറഞ്ഞാലും അതൊക്കെ ചീറ്റിപ്പോവും. എന്നാലും എനിക്കെപ്പോഴും സമയദോഷമാണല്ലോ ഈശ്വര.
ഭാഗ്യം ആരും കേട്ടില്ല. ആ പിന്നെ ആഹാ, അവള് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഐശ്വര്യ, എങ്കിൽ നിങ്ങൾ സ്റ്റേജിലോട്ട് കയറ്. ഞാൻ വരാം. എന്തായി നരേന്ദ്രേട്ടാ? ഇവിടുന്ന് ശിവദാസൻ രക്ഷപ്പെട്ടു. പക്ഷേ എന്റെ ആൾക്കാരുടെ പിന്നാലെ പോയിട്ടുണ്ട്. ഇന്നാണ് എനിക്ക് നിന്നെ പൂർണ്ണമായിട്ടും വിശ്വാസമായത്. ശിവദാസനെ നീ എനിക്ക് കാണിച്ച് തന്നപ്പോ മുതല് നീ ഈ ചേട്ടന്റെ സ്വന്തം ആളായി മാറി. നരേന്ദ്രേട്ടൻ പറഞ്ഞിട്ട് ഞാനാ അച്ഛനെ വിളിച്ചു പറഞ്ഞു വരുത്തിയത്. ഏ? ഉം. ആ, ഇനി മാലയോ മണിമാലയോ എന്താന്ന് വെച്ചാ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കിക്കോണം. ഉം. എന്തായാലും കിട്ടുമായിരിക്കും അല്ലേ? ആ കിട്ടും. ഇന്ന് ഞാൻ അയാളെ തൂക്കും. ഷോ. അതിനാ ഞാൻ ഇപ്പൊ പോകുന്നത്. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. എന്നെ വരട്ടെ മോളെ. ആ ഇതുവരെയായിട്ടും ബസ്സൊന്നും വരുന്നില്ലല്ലോ. റോഡിലാണെങ്കിൽ ഒറ്റ ആളെയും കാണാനുമില്ല. ഏതെങ്കിലും വണ്ടി വന്നിരുന്നെങ്കിൽ ലിഫ്റ്റ് ചോദിച്ച് ബസ്സോ ഓട്ടോ ഉള്ളിടത്ത് ഇറങ്ങാമായിരുന്നു. ഒന്ന് നിർത്തണേ. അയ്യോ, തേടിയ വള്ളി കാലിൽ ചുറ്റി. ഈശ്വരനായിട്ടാ ഇയാളെ ഇപ്പൊ എന്റെ മുന്നിൽ കൊണ്ടുവന്നത്. എന്നു എക്കാലവും എല്ലാവരുടെയും കണ്ണും പിടിച്ച് നടക്കാമെന്ന് താൻ വിചാരിച്ചെങ്കിൽ തനിക്ക് തെറ്റി.